വർക്കലയിലേക്കൊന്നു പോയാൽ അവിടെയും സമാനമായ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പത്തനംതിട്ട സ്വദേശി റിയാസിനെയാണ് പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ തടഞ്ഞത്. വിവരങ്ങളുമായി അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജ്മൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരും ഇതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സും തമ്മിലൊക്കെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇവിടെയുള്ള പ്രശ്നത്തിന് ആധാരം എന്തായിരുന്നു? ക്രിസ്റ്റീന, ഈ വർക്കല പ്രദേശത്ത് ഈ പറയുന്നത് പോലെ ഈ നിരന്തരം സംഘർഷങ്ങൾ അത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് സമാനമായ ഒരു പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 14-ാം തീയതി ഈ എറണാകുളത്ത് നിന്നും UK നിന്ന് നാട്ടിലെത്തിയ വിദേശ വിനോദസഞ്ചാരികൾ വിളിച്ചത് പ്രകാരം ഒരു സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ ഈ വർക്കലയിലേക്ക് വരികയും ആ ക്ലിഫ് റോഡിൽ വെച്ച് ഈ ഹോം സ്റ്റേയിലുള്ള വിനോദസഞ്ചാരികളെ പിക്ക് ചെയ്ത് അവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ അയാളെ തടയുകയും അവിടെ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും പിന്നീട് യാത്ര ചെയ്ത് പോകുന്ന വാഹനത്തിന്റെ ടയറിനടിയിൽ അള്ളുവെക്കുകയും ചെയ്ത് അപായപ്പെടുത്താൻ ശ്രമിച്ച തരത്തിലുള്ള വാർത്ത ഇന്നലെ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും മറ്റൊരു പരാതി കൂടി വരുന്നത്. ഇതിപ്പോൾ എറണാകുളത്തുള്ള പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള റിയാസ് എന്ന ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം 18-ാം തീയതി ഇതേപോലെ വർക്കലയിൽ നിന്നും വിനോദസഞ്ചാരികൾ വിളിച്ചത് പ്രകാരം വർക്കല ഹെലിപ്പാഡിലേക്ക് വരുന്നു. അവിടെ നിന്നും ഈ വിനോദസഞ്ചാരികളെ കയറ്റി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ തടയുന്നു. മറ്റേ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ഘടകമെന്ന് പറയുന്നത്, ഇവിടെ ഒരു സിവിൽ ഡ്രസ്സിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സംഭവത്തിൽ ഇടപെട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടൂറിസ്റ്റുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഈ വാഹനത്തിനില്ല എന്ന് പറഞ്ഞ് ഈ ടാക്സി ഡ്രൈവറെ തടയുകയാണ്. അതിനുശേഷം ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇയാൾ അവിടെ നിന്നും വിദേശ വിനോദസഞ്ചാരികളെ കയറ്റാതെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെയും വാഹനത്തിന്റെ ടയറിനടിയിൽ സമാനമായി അള്ളുവെക്കുകയാണ്. ഇതിൽ പ്രധാനമായി വരുന്ന 2 ചോദ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഒരു ടാക്സി ഡ്രൈവർക്ക് ഈ പറയുന്ന കേരളത്തിലെ സ്റ്റേറ്റ് പെർമിറ്റുള്ള ഏതൊരു വാഹനത്തിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ആരെ വേണമെങ്കിലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാനും ആരെ വേണമെങ്കിലും പിക്കപ്പ് ചെയ്യാനുമുള്ള അവകാശം നിലനിൽക്കെ എങ്ങനെയാണ് ഇയാളെ തടയുവാനുള്ള അധികാരം ഈ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇനി സ്റ്റേറ്റ് പെർമിറ്റുള്ള വാഹനത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള അനുവാദമില്ലാത്ത പക്ഷം പോലും ഇവരെ ആക്രമിക്കാനും ഇവരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്താനും ആരാണ് ഇവർക്ക് അധികാരം നൽകിയെന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംഭവത്തിൽ ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ സംഭവത്തിൽ റിയാസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സംഭവത്തിൽ 14-ാം തീയതി നടന്ന സംഭവത്തിൽ വർക്കല പോലീസിൽ അന്നത്തെ ആ കാർ ഡ്രൈവറുടെ പേര് സെൻ സുരേഷ് എന്നാണ്. അദ്ദേഹം നൽകിയ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള പരാതി കൂടി ഉയരുന്നുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.